ഈ രക്തബാങ്കിലൊക്കെ പോകുമ്പോഴേ ആരും എനിക്ക് ഹിന്ദുവിന്റെ രക്തം വേണം, മുസൽമാന്റെ രക്തം വേണം, ക്രിസ്ത്യാനിയുടെ രക്തം വേണമെന്ന് ആരും ഇവിടെ ചോദിക്കാറില്ല. എന്നൊക്കെ പറയുന്നത് പോലെ ഈ കൊറോണ സമയത്ത് ഈ വർഗീയ വിഷമോ വിഷകലയോ ഇത് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കലാപങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മുടെ GS പ്രദീപ് ഒരിക്കൽ പറഞ്ഞു, ഈ ND എന്ന് പറഞ്ഞാൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, NDE, അത് ഒരുത്തന്റെ ലൈഫിൽ ഇത് എത്രത്തോളം അവനുണ്ടായിരിക്കുന്നു അത്രത്തോളം അവന് കുറച്ചൊരു ഒരു ഒരു മെച്യൂരിറ്റി ഉണ്ടാകും. മരണത്തെ മുഖാമുഖമായി ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഒക്കെ കണ്ട് പരിചയമുള്ള ഒരു വ്യക്തി അല്പമൊക്കെ ചിന്തിച്ചിട്ടേ കാര്യം പറയും. മനസ്സിലായില്ലേ? ഈ നമുക്കറിയാം, ഈ അടി കൊണ്ട് ജീവിച്ചവൻ ഹൂ ഹൂ എന്നൊന്നും പറയില്ല. ഇന്നിവിടെ പ്രസ്ഥാനം നടത്തണമാർ നല്ല അടികൾ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? നമ്മളൊക്കെ അടി കൊടുത്തതിനേക്കാളും കൂടുതൽ കൊണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എന്നെക്കാളും ഒക്കെ അധികമായിട്ടൊക്കെ അറിയാം. അതൊക്കെ നിങ്ങളൊക്കെ ഈ പ്രസ്ഥാനങ്ങളും ഞങ്ങൾ ഇനിയിപ്പോൾ ബജുരംഗ തള്ളുണ്ട്, ഇനിയിപ്പോൾ യൂണിറ്റ് ഉണ്ടാക്കാൻ പോകുന്നു, ഞങ്ങൾ ഇന്ത്യ വിചാരിച്ച ഇനിയിപ്പം ഭൂരിപക്ഷം. എന്താണ് ഭൂരിപക്ഷം എന്ന് എനിക്ക് എന്തിനാണ് ഞാൻ വേണ്ടി കേരളത്തിലെ ജയിലുകൾ പോയി നോക്കണം. ഈ ജയിലുകളിൽ പോയി നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ ആൾക്കാരുടെ പേരൊന്നുമില്ല. അവിടെയൊക്കെ പോയി നോക്കിയാൽ പിന്നെ ഫൈസലും മൈക്കിളും ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ പേരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെ പേരുകളാണ് അതിനകത്ത് കിടക്കണവന്മാരല്ല. നിങ്ങളൊക്കെ വെളിയിൽ കിടന്നുകൊണ്ട് പാവപ്പെട്ട യുവമാരൊക്കെ വിട്ട് ബലിയേടാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കൊള്ളാനും കൊടുക്കാനും എല്ലാത്തിനുള്ള കഴിവ് ഉള്ളവന്മാര് ഈ ന്യൂനപക്ഷത്തിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ജയിലിലൊക്കെ പോയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ നീ ഓലപ്പാമ്പ് കാണിച്ചിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഈ ശശികലയും ഈ ബാബുവും ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരുത്തന്മാർ ഇങ്ങനെ മറ്റേ വിളിക്കിടന്ന് ഇങ്ങനെ ചൊറിയണേന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഏസിക്കാത്തിരിക്കും. നിങ്ങൾ ഈ കലാഭാഗവനം കൊടുത്തിട്ട് പാവപ്പെട്ടവര് അവനെങ്കിലും പടലേപ്പിക്കാറും അവനെങ്കിലും നല്ല മൂടില്ല നല്ല പോഞ്ഞാൻ അടിച്ചോണ്ടിരിക്കണമെങ്കിൽ തൂക്കിയെടുത്തിട്ട് അവൻ അച്ഛനും അമ്മ ഇല്ലാതെ പോകും. മര്യാദയ്ക്ക് ആൾക്കാരൊക്കെ എല്ലാം ഇത് കാര്യം കേട്ട് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഈ കോസ്മോ ഈ അന്തരീക്ഷങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഭൂമിയൊക്കെ ഏതൊരു ഉണ്ണിഗ്രഹമാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ എല്ലാ ഗ്രഹങ്ങളും ഓരോ സംവിധാനത്തിലാണ്. ഏതെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിറുക്കളവി മാറിയെല്ലാം ചലിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഭൂമിയൊക്കെ ടപോ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ സെറ്റപ്പ് നമുക്കറിയാം. കൊറോണ വന്ന സമയത്ത് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? വീട്ടിലിറങ്ങിയോ? അന്ന് ഇതിന്റെയൊക്കെ ഇതൊന്നും കാണാനില്ല, തീവ്ര പ്രസവങ്ങളല്ല. ഇതാണ് ജീവിതം. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ അതേപോലെ തന്നെ സമുദ്ര പ്രകൃതിയുടെ 4-3 കടലാണ്. കടലിൽ ഒന്ന് കലിപ്പ് കാണിച്ചാൽ മതി, എല്ലാ അടിയിലാണ്. പിന്നെ അടുത്ത നിമിഷം നിന്റെ ശ്വാസം ഏത് വാക്കെടുക്കുമെന്ന് അറിഞ്ഞൂടെ. എന്നിട്ടാണ് നീ ഇവിടെ കിടന്നു ഞങ്ങൾ ഭൂരിപക്ഷം ഞങ്ങൾ തൊട്ടാ കുത്തിക്ക് പിടിക്കുമെന്ന് പറയുന്നത്. ഒരു പുല്ലുമില്ല. മനസ്സിലായില്ലേ? ജീവിതം എന്താന്ന് ആദ്യം പഠിക്കടാ നീ. ന്യൂനപക്ഷം ഭൂരിപക്ഷം മാങ്ങാ തൊലി എന്തിനാ ഇതൊക്കെ ജീവിതം എന്ന് പറയുന്നത്? 6-3-7 ജീവിതം അതിനകത്ത് കിടന്നു ഉണക്ക കിടന്നുണ്ട്. ജീവിതത്തിന്റെ അർത്ഥങ്ങളെ കുറിച്ച് പഠിച്ചവൻ ഇതൊക്കെ ഇതിനൊന്നും നേരം ഉണ്ടായിരിക്കത്തില്ല. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, വിവരം വേണം. ഇനിയിപ്പോ മനുവിലേക്ക് ഇനി കൊണ്ടുപോകാൻ പോകണം, തിരിച്ചു കൊണ്ടുപോകാൻ പോകണം. പിന്നെ പറഞ്ഞു ഈ മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ഈ യേശു അല്ലാതെ ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ മാറ്റണം. ആദ്യം ഒരു കാര്യം ചെയ്യും, ലക്ഷ്യം നേടാൻ മാർഗം ലക്ഷ്യം ആണ് മുഖ്യം. അത് ഏത് മാർഗം, ഏത് കഴുപ്പണം കെട്ട മാർഗം, മനസ്സിലായില്ലേ? ആരെ കൊന്നാലും കുഴപ്പമില്ല. ആ വാക്യമാണ് ഇവിടെ തീവ്രവാദ വാക്യം. ആ വാക്യമാണ് തീവ്രവാദ വാക്യം. അല്ലെങ്കിൽ പിന്നെ നീ കാര്യം ആലോചിച്ച് നോക്ക്. നീയൊക്കെ എവിടെയെങ്കിലും എവനെങ്കിലും ഒക്കെ ഉപദ്രവിക്കാൻ പോകുമ്പോഴേ ആ പവിത്രമായ നിന്റെയൊക്കെ ആ മർമ്മത്തെ തന്നെ നീയൊക്കെ ഇട്ട് വിളയാടുന്നതല്ലേ? ജയ് ശ്രീറാം. അതൊക്കെയാണ് പവിത്രമായ ആത്മീകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ദൈവത്തോടുള്ള അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ നീ പറയേണ്ടത്. എവനെങ്കിലും കൊല്ലാൻ പോകുമ്പോൾ അടിക്കാൻ പോകുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറയുകയും ആ ജയ് ശ്രീറാം നിനക്കൊക്കെ കൂട്ടു നിൽക്കുകയും ചെയ്യുന്നത് നിന്റെയൊക്കെ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? ഇതിന്റെ മെയിൻ വിഷയം എന്ന് പറയുമ്പം നിങ്ങളുടെയൊക്കെ വിശ്വാസത്തിന്റെ അടിത്തറയാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് ഈ അടിത്തറയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ട് ഈ ജോർജ് കുര്യൻ നമ്മളെ ആള് ഇദ്ദേഹത്തിന്റെ നമ്മളെ ന്യൂനപക്ഷത്തിനെന്തോ അദ്ദേഹത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും മാധ്യമ ചർച്ച അദ്ദേഹത്തിന് അക്ഷരദാരിദ്ര്യം ആശയദാരിദ്ര്യം വരികയാണ്. ബേസിക്കലി ഒരു ക്രിസ്ത്യാനി. ഓക്കെ, ഇനിയിപ്പോ നടക്കാൻ പോണ അറിയോ? ഇപ്പൊ മതപരിവർത്തനം ഇന്ത്യ ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഞാൻ പ്രവചിക്കുകയാണ്. ഇപ്പോ ക്രിസ്ത്യാനികളെ ഇപ്പൊ ഇങ്ങനെ വേട്ടയാടുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് പെന്തക്കോസ് മതപരിവർത്തനം ഈ ലെവലല്ല. അപ്പോ ഇപ്പോ കാസ കുറച്ച് RC ഓർത്തഡോക്സ് അച്ഛന്മാര് ബിഷപ്പ് ഇവരൊക്കെ എല്ലാവരും ഒരു സെറ്റപ്പായിട്ട് അവർക്ക് താതാത്മ്യപ്പെട്ട് നിൽക്കുകയാണ്.
അവരെ ഒന്നും ഉപദ്രവിക്കുന്നില്ല, ഓക്കെ എന്ന് കേക്കും ഒക്കെ കൊടുത്തൊക്കെ നിൽക്കുകയാണ്. ഇനി വരുന്ന ആളുകൾ നടക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുമ്പോൾ ഈ മതപരിവർത്തനം ഈ ബന്ധക്കോസ് ഇങ്ങനെയൊക്കെയുള്ള പ്രൊട്ടസ്റ്റിസ്റ്റ് ആൾക്കാരൊക്കെ എല്ലാം ഇവരെയൊക്കെ എല്ലാം നിങ്ങൾ നിരോധിച്ച് പ്രശ്നം ഉണ്ടാക്കി, നിരോധിക്കാൻ പുല്ലൊന്നും കഴിയുന്നില്ല, ഒരു ചുക്കുമില്ല, ഇങ്ങനെ വലപ്പാമ്പ് കാണിച്ച് ഇങ്ങനെ ചെയ്തിട്ട് അവസാനം നിങ്ങളിനി അകത്തോട്ട് കയറും. അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിർബന്ധിതമായി പുറത്തിറങ്ങി പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന്. ഇനി പ്രവർത്തനം നടക്കാതെ മാനവമര്യാദയ്ക്ക് ഇപ്പോൾ RC ചർച്ചിലെ പൂജയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ, അങ്ങോട്ട് കയറിയും നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരെ കയറിയും ചുരണ്ടാൻ വേണ്ടി വരും. അത് വരുന്ന ആളുകൾ വരും. കാരണം വടക്കേന്ത്യയിലൊക്കെ മാന്യമാരൊക്കെ വെറുതെ ഇരിക്കുന്ന ചർച്ചകളിലേ കയറി പോകുന്നത്. അന്ന് ഈ കാസയ്ക്കും ഇങ്ങനെയൊക്കെയുള്ള ഇവർക്കെല്ലാം ഒക്കെ നേരം വിളക്കും. ഈ ഞങ്ങൾ ഓരോ ഇടങ്ങളിൽ ബജരംഗത്തിന്റെ യൂണിറ്റ് തുടങ്ങാൻ പോകുന്നു, അവിടെ ഞങ്ങൾ RSS ഞങ്ങൾ പ്രതികരിക്കുന്നു, ഞങ്ങൾ എടുക്കാൻ പോകുന്നു. പിന്നെ ഈ അടിയെന്ന് പറഞ്ഞ് കൊടുക്കാനും മാത്രമല്ല, വാങ്ങിക്കാനും കൂടെ അത് വഴി കൂടി എങ്ങനെയുള്ള കൂടിയൊക്കെ എടുക്കാൻ അറിയത്തില്ല, അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് സംയമനം, പിന്നെ ആത്മനിയന്ത്രണം, പിന്നെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ പാച്ചരും ഇവരൊക്കെ എല്ലാം പലതും കഴിഞ്ഞിട്ടൊക്കെ ഇതിനകത്തൊക്കെ വന്നതാണ്, മനസ്സിലായില്ല? ആക്ക് 2 കുപ്പിച്ചില്ലും 2 ആണിയിലും ബോംബ് ഉണ്ടാക്കാനും അറിയാം, അവന് തുരുമ്പെടുത്ത ആളുടെ എല്ലാവർക്കും ഇത് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നിന്റെയൊക്കെ മാത്രം സ്വത്തൊന്നും അല്ലേ, ഇതൊക്കെ എന്തിനു ചുമ്മാ വേസ്റ്റ് പരിപാടികൾ. 4 മുതൽ 7 ദിവസം ജീവിതം, പിന്നെ രാത്രി കുറച്ച് ദിവസം കുറേ നേരം കിടന്ന് ഉറങ്ങുന്നു, പല്ല് കഴിക്കുന്നു, കക്കൂസി പോകുന്നു, എല്ലാം കഴിഞ്ഞ് പകലൊരു 7 മണിക്കൂർ കിട്ടും. ആ 7 മണിക്കൂർ പിള്ളേരുമായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരന്മായിട്ട് സന്തോഷിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുന്നില്ലപ്പുറം ജീവിതം തിരിക്കുന്നു. ചുമ്മാ കേസും പറഞ്ഞ് അവിടെയും കറിഞ്ഞ് വിളിച്ച് ഇവിടെ വിളിച്ച് എവിടെയും പാത്ത് പോലീസിനെടുത്ത് തലയും കുനിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനാണ് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എന്തിരിക്കണ പുല്ല് നിവർത്തിയില്ലെങ്കിൽ പിന്നെ തറയോളമല്ലേ താഴാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യേശുവിന്റെ മാർഗം അത് വേറെ, അതിന് തൊട്ട് കളിക്കാറായില്ല തമ്പി, അത് വിട്ടുകളി.